ഹലോ. ഇന്ന് ദേ ഒരു ഫുൾ ഡേ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദേ പതിവ് പോലെ തന്നെ നമ്മൾ ദേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലേന്ന് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ ചിക്കൻ കറിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ദേ കുറച്ച് ബേബി ക്യാരറ്റും ഗ്രേപ്സും സ്ട്രോബെറിയും കുറച്ച് കാഷ്യൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്നാക്സും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡി. അതിന് നെക്സ്റ്റ് നമ്മൾ ദേ കൊടുത്തു വിടുന്നത് ഒരു പെനെ പാസ്തയാണ് കേട്ടോ. അത് ചിക്കനും അതേപോലെ മറിനാര സോസൊക്കെ ഇട്ടിട്ടുണ്ടാക്കി. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ അതേ അതും പിന്നെ അതേ ഒരു ബ്ലാക്ക് കോഫിയുമാണ് ഇട്ടത്. അപ്പോൾ മണി 5:15 നമ്മുടെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദേ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നു കുറച്ച് നേരം. എന്നിട്ട് ദേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് വൈകുന്നേരം അപ്പം ഉണ്ടാക്കാനുള്ളൊരു പ്ലാനാണ്, ഒരു പാലപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ തന്നെ എല്ലാം ഫ്രം സ്ക്രാച്ച് ചെയ്യണം. അതിനുശേഷം ദേ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വോക്കിന്. അപ്പോഴത്തേക്ക് ഇന്ന് ഇത്തിരി ഒരു ക്ലൗഡി ഡേ ആണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ന്. അപ്പോൾ എനിവേ ഞാൻ ഈ പോണ ടൈമിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യുന്നത് നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെയുള്ള ഷാരി എന്ന് പറഞ്ഞ ആൾ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയായിട്ട് അവൾ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞങ്ങളിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യായിരുന്നു. എനിക്ക് അതവിടെ നിന്ന് വേണം, ഇത് ഇവിടെ നിന്ന് വേണം, അത് ഓർഡർ ചെയ്യണ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളോട്ടൊക്കെ ചിറ്റ് ചാറ്റ് ചെയ്ത് എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഇട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ദേ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ദേ നമ്മൾ ചെടി നടുവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോം ഡിപ്പോയിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഒരു ടൊമാറ്റോ പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് സ്റ്റേക്കാണ് കേട്ടോ, ബീഫ് സ്റ്റേക്ക് ടൊമാറ്റോയാണ്. ഈ സാധനം നമ്മൾ കൂടെ വെച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു കേട്ടോ ഏത് പ്ലാന്റാണ്. പിന്നെ ടൊമാറ്റോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഞാൻ കുറേ ചെടി നട്ടു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഏതൊക്കെയാണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ വിചാരിച്ച് ഇതൊക്കെ സിമ്പിളല്ലേ, ഞാൻ ഓർത്തിരിക്കുന്നു, ഈ സത്യത്തിൽ ഓർക്കില്ലടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. എനിക്ക് ഉപ്മാവ് തന്നെയാണ്, ഉപ്മാവിൻ്റെ കൂടെ പപ്പടം കഴിച്ച കാര്യം എനിക്ക് കറിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ വീണ്ടും ഹോം ഡിപ്പോയിൽ വന്നേക്കുകയാണ്. ഈ ഹോം ഡിപ്പോയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഫ്ലയറിൽ ഒരു 2.88 റോസ് പ്ലാന്റ് കണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇന്നും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല, കടകളിലൊക്കെ അത് തീർന്നിട്ടുണ്ടാവും, അവരാരും അതൊക്കെ ആൾക്കാർ വേഗം മേടിച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ എനിവേ സങ്കടപ്പെട്ട് ഞാൻ ദേ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫ്രഷ് കോയിൽ കയറിയിട്ട് കുറച്ച് കോക്കനട്ട് മേടിക്കാനുണ്ടായിരുന്നു നമുക്ക് ദേ ഇതിന് വേണ്ടിയിട്ട് അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഫ്രോസൺ മേടിച്ചിട്ട് വന്നു. അതിനുശേഷം അപ്പോൾ ഒരു 11:30 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടി ഇതേ പുറത്തോട്ട് പോണേണ്. അപ്പോൾ ഞങ്ങൾ ദേ അവിടെ ഒരു പാർക്കിലൊക്കെ വന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത് ഇരുന്നു കേട്ടോ. അപ്പോൾ അവളായിട്ട് ഊഞ്ഞാലൊക്കെ ആടി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ദേ ഈ ഒരു ബർഗറാണ് കേട്ടോ ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട്. എൻ്റെ പൊന്നമ്മേ, ഒരു ഫുഡ് കോമയിലായ ഒരു അവസ്ഥയായിരുന്നു അത്രയും വലിയൊരു ബർഗർ കഴിച്ചതിന് ശേഷം. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ കൊറിയർ വന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ദേ ഈ ഒരു പായസം കുടിച്ച